നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അടിക്ക് തിരിച്ചടി, അതാണ് മോദി സർക്കാർ ഭരിക്കുന്ന ഇന്ത്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശത്രുക്കളോടൊന്നും തന്നെ ഒരു ദയയും ഇനി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഏതായാലും ഇന്ത്യക്കെതിരെ ഒരു അന്തർവാഹിനി പാകിസ്ഥാൻ കടലിൽ ഇറക്കിയപ്പോൾ ഇന്ന് 3 പടുകൂറ്റൻ യുദ്ധക്കപ്പലുകളാണ് ഇന്ത്യ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ നീക്കത്തിൽ ഇപ്പോൾ അടിപതറുന്ന പാകിസ്ഥാനെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദുണഗിരി, സൻശോധക്, അഗ്രേ എന്നീ 3 കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ ശേഷിയും സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നത്. സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ദുണഗിരി, സർവേ കപ്പലായ സൻശോധക്, ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റായ അഗ്രേ, ഇതാണ് 3 കപ്പലുകൾ. പ്രതിരോധ മേഖലയിൽ കേവലം ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യം എന്ന നിലയിൽ നിന്ന് മാറി ഇന്ന് നമ്മുടെ രാജ്യം ഒരു സ്വയം പര്യാപ്തമായ ഒരു സൈനിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 3 യുദ്ധക്കപ്പലുകളും കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ എഞ്ചിനീയർമാരുടെയും തൊഴിലാളികളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ യുദ്ധക്കപ്പലുകളെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നാവികസേനയുടെ കരുത്തുറ്റ 3 യുദ്ധക്കപ്പലുകളാണ് ഇനി നമ്മുടെ രാജ്യം കാക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ബ്രഹ്മോസ് സർഫസ് ടു സർഫസ് മിസൈലുകളും മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും ഇതിന്റെ പ്രത്യേകതയാണ്. സമുദ്രയുദ്ധത്തിൽ ശത്രുക്കളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. തീരദേശം, ആഴക്കടൽ, ഹൈഡ്രോഗ്രാഫിക് സർവേകൾക്കായി രൂപകൽപ്പന ചെയ്ത കപ്പലാണ് സൻശോധക്. സമുദ്രത്തെക്കുറിച്ചുള്ള ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കാൻ പ്രതിരോധ സിവിലിയൻ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാം. ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ, റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അർണാല ക്ലാസിൽപ്പെട്ട 4ാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ കപ്പലാണ് അഗ്രേ. ആഴം കുറഞ്ഞ വെള്ളത്തിലെ മുങ്ങിക്കപ്പൽ ഭീഷണികളെ കണ്ടെത്താനും നേരിടാനും ഈ കപ്പൽ സജ്ജമാണ്. ഭാരം കുറഞ്ഞ ടോർപിഡോകൾ, തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ, അത്യാധുനിക സോളാർ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ 3 കപ്പലുകളുടെയും വരവോടെ ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്, അണ്ടർ വാട്ടർ വാർഫെയർ, സമുദ്ര യുദ്ധം എന്നീ മേഖലകളിൽ നാവികസേനയുടെ ശേഷി കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിൽ ദുണഗരിയെ അതിശക്തവും നൂതനവുമായ യുദ്ധക്കപ്പലായാണ് നാവികസേന വിശേഷിപ്പിക്കുന്നത്. അത്യാധുനിക ആയുധങ്ങളും സെൻസർ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുള്ള ഈ കപ്പലിൽ ബ്രഹ്മോസ് സർഫസ് ടു സർഫസ് മിസൈലുകളും മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശീയമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ കപ്പലുകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, ശത്രു രാജ്യങ്ങളുടെ മുങ്ങിക്കപ്പൽ വളരെ വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കാനും അതിനെ നശിപ്പിക്കാനും ശേഷിയുള്ള അത്യാധുനിക സൗകര്യങ്ങളും ഈ യുദ്ധക്കപ്പലുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. തീർച്ചയായിട്ടും പ്രതിരോധ മേഖല ഒരു കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല മേഖലകളിൽ നിന്നും ശത്രുപക്ഷത്തൊക്കെ നിന്ന് ഇന്ത്യക്കെതിരെയുള്ള ഭീഷണി നിരന്തരം മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല അത് കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് നമ്മുടെ കേന്ദ്രം എപ്പോഴും പ്രാധാന്യം നൽകാറുള്ളത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. പലപ്പോഴും തീരക്കടലിൽ മുങ്ങിക്കപ്പൽ ഭീഷണികളെ ഫലപ്രദമായി നേരിടാനൊക്കെ തന്നെ നമ്മുടെ നാവികസേനയ്ക്ക് ഇതിലൂടെ സാധിക്കുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ബംഗാൾ ഉൾക്കടലിൽ നാവിക സാന്നിധ്യം ഉറപ്പിക്കാനുള്ള പാകിസ്ഥാൻ നീക്കം ഇന്ത്യ കരുതലോടെ വീക്ഷിച്ചു വരികയാണ്. ചൈനയിൽ നിന്ന് വാങ്ങിയ ഹങ്കോർ ക്ലാസിൽപ്പെട്ട 8 അന്തർവാഹിനികളിൽ ആദ്യത്തേത് കറാച്ചിയിലെത്തിയെന്നാണ് പാക് നാവികസേന തന്നെ സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ജാഗ്രത. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സമുദ്രമേഖല ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഈ നീക്കം പ്രതിരോധ വൃത്തങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വിശാഖപട്ടണം കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിനും തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കും സമീപം പാകിസ്ഥാൻ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിലാണ് ഇന്ത്യയുടെ ആശങ്ക. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ബംഗാൾ ഉൾക്കടൽ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. ഹങ്കോർ ക്ലാസ് മുങ്ങിക്കപ്പലുകൾക്ക് 20 ദിവസം വരെ വെള്ളത്തിനടിയിൽ കഴിയാൻ ശേഷിയുണ്ട്. അന്തർവാഹിനിക്ക് ഹങ്കോർ എന്ന പേരും യാദൃശ്ചികമല്ല.
1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് INS കുക്രി എന്ന ഇന്ത്യൻ പടക്കപ്പൽ തകർത്തത് PNS ഹങ്കോർ എന്ന പാക് മുങ്ങിക്കപ്പലാണ്. യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയെങ്കിലും കുക്രി നഷ്ടപ്പെട്ടത് വലിയ ആഘാതമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ചൈനയിൽ വെച്ച് കമ്മീഷൻ ചെയ്ത ആദ്യ ഹങ്കോർ ക്ലാസ് അന്തർവാഹിനിയാണ് കഴിഞ്ഞ ആഴ്ച കറാച്ചി തുറമുഖത്ത് എത്തിയിരിക്കുന്നത്. ഈ അന്തർവാഹിനിയുടെ വരവോടെ അറബിക്കടലിന് പുറത്തേക്ക് യാതൊരു സ്വാധീനവും ഇല്ലാതിരുന്ന ബംഗാൾ ഉൾക്കടലിലേക്ക് കൂടി തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ വ്യാപിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പാക് നാവികസേന പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്ന വിശാഖപട്ടണവും തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ബംഗാൾ ഉൾക്കടലിലാണ്. ഇന്ത്യയുടെ പ്രധാന വ്യാപാര ഊർജ്ജപാതകളും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മേഖലയിൽ നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്കാണ് പൂർണ്ണ മേധാവിത്വമുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരടി മുൻപോട്ട് വെച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ അത് അറിയും. അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പാകിസ്ഥാന്റെ ഭീഷണിക്കുള്ള മറുപടി കൂടിയാണ് ഇന്ന് 3 ഏറ്റവും അത്യാധുനികമായിട്ടുള്ള തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു 3 പടുകൂറ്റൻ യുദ്ധക്കപ്പലുകൾ ഇന്ത്യ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് കറാച്ചിക്കുള്ള ഒരു മുന്നറിയിപ്പ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.